KT ജലീലിനെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. തദ്ദേശ വകുപ്പ് മന്ത്രിയായിരിക്കെ ബാർ മുതലാളിമാരിൽ നിന്നും വൻ തുക കോഴ വാങ്ങിയാണ് പഞ്ചായത്ത് രാജ് നിയമത്തിൽ KT ജലീൽ ഭേദഗതി വരുത്തിയതെന്ന് PK ഫിറോസ് ആരോപിച്ചു. റിയാദിൽ KMCCയുടെ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു PK ഫിറോസ്. ബാർ മുതലാളിമാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ ലൈസൻസ് കിട്ടുന്ന രീതി പഞ്ചായത്ത് രാജിൽ ഭേദഗതി വരുത്തിയ മന്ത്രിയുടെ പേരാണ് ഈ പറയുന്ന ലീഗിനെതിരെ ആക്ഷേപം ഉന്നയിച്ച് നടക്കുന്ന ഈ KT ജലീൽ. മലയാളം സർവകലാശാല ഭൂമി ഇടപാടിലും ചമ്രവട്ടം പാലം നിർമ്മാണത്തിലും ജലീൽ വൻ അഴിമതി നടത്തിയതായും അദ്ദേഹം ആവർത്തിച്ചു. 17 കോടിയിലേറെ രൂപയാണ് മലയാളം സർവകലാശാല ഇടപാടിൽ അഴിമതി നടന്നത്. ഇത് മറച്ചുവെക്കാനാണ് ജലീൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. 6 മാസത്തിനകം UDF അധികാരത്തിൽ വരുമെന്നും ഇതിനുശേഷം ജലീൽ ഉൾപ്പെടെയുള്ള അഴിമതിക്കാരെ ജയിലിൽ അടക്കുവാൻ യൂത്ത് ലീഗ് പ്രക്ഷോഭം നടത്തുമെന്നും ഫിറോസ് പ്രഖ്യാപിച്ചു. ഹിജാബ് വിവാദത്തിൽ ക്രൈസ്തവർക്കിടയിലെ ചില തീവ്രവാദ സംഘടനകൾ നടത്തുന്ന പ്രചാരണങ്ങളിൽ സഭാ നേതൃത്വത്തിലെ ചിലരെങ്കിലും വീണുപോകുന്നു എന്നുള്ളതാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ച നിലപാടിനേക്കാൾ മുസ്ലിം ലീഗിനെ ആശങ്കപ്പെടുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് തനിക്ക് 5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നത് വെറും സാങ്കേതികമാണ്. വിസ നടപടികളുടെ ഭാഗമായാണ് ഇങ്ങനെ ശമ്പളം കാട്ടുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ലീഗ് നേതാക്കൾ പങ്കെടുത്ത പരിപാടിയിലാണ് ഫിറോസിൻ്റെ പ്രസംഗം. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.